ബിഹാർ പാലസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇത് കൂച്ച് ബിഹാറിലാണ് സ്ഥിതി ചെയ്യണത്. അപ്പം അവിടേക്ക് കയറാനായിട്ട് ഒരു 25 റുപ്പീസിൻ്റെ ഒരു പാസ് ഉണ്ട്, ഒരു ഇങ്ങനെ QR കോഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നമ്മുടെ പാലസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയും. എല്ലാ കൊട്ടാരങ്ങളിലൊക്കെ പോലെ തന്നെ ഫ്രണ്ടിൽ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടത്തെയും കൂച്ച് ബിഹാർ പാലസിൻ്റെ. ഇത് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് വേണമെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മൾ ഈ പാലസിൻ്റെ എൻട്രി ഒരു 100 മീറ്റർ ഉണ്ട് അങ്ങനെ ഗാർഡനായിട്ട്. അത് കഴിഞ്ഞ് നേരെ പാലസിൻ്റെ അവിടേക്ക് എത്തും. പാലസ് ഒരു ലണ്ടൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഒരു മോഡലിൽ ആണ് ചെയ്തേക്കുന്നത്. പണ്ട് ഇവിടുത്തെ രാജാവായിരുന്ന നൃപേന്ദ്രനാരായണൻ എന്ന് പറഞ്ഞ രാജാവാണ്, അയാളുടെ കൽപ്പനയിലാണ് ഇതിപ്പോൾ ഈ പാലസ് ഉണ്ടാക്കിയെന്നാണ് ഇതിൻ്റെ ഹിസ്റ്ററി പറയണത്. ഇത് ഏകദേശം 51,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് റൂമുകളും ഒരുപാട് ഹാളുകളൊക്കെ ഉണ്ടെന്ന് ആണ് ഇതിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. അപ്പം ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന കൂച്ച് ബിഹാർ പാലസ് 1800 കാലഘട്ടത്തിൽ ഉണ്ടായ ആസാം ഉണ്ടായ ഒരു ഭൂമികുലുക്കവുമായി ബന്ധപ്പെട്ട് തകർന്നു പോയി. അപ്പോൾ അതിന് ശേഷം അവർ ലണ്ടൻ കൾച്ചറിൽ നിർമ്മിച്ചൊരു പാലസാണ്. നല്ലപോലെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയതാണ്, ഞാൻ കുറച്ച് അങ്ങനെ മൃഗസ്നേഹിയൊക്കെ ആയതുകൊണ്ട് ഈ പാലസിൻ്റെ എല്ലാ ഭാഗത്തു കൂടെയും ഒരുപാട് തത്തകളിരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നല്ല ഈ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി നോക്കി വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും നല്ല അടിപൊളി ഡിസൈനാണ്. നല്ലപോലെ പെയിൻ്റൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗാർഡനിലാണെങ്കിലും കുഴപ്പമില്ലാതെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗാർഡനും. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലത്തെ കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വെപ്പൺസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ, കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ രാജാവിൻ്റെയും രാജകുമാരികളുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഒരു ആനയുടെ തലയോട്ടി ഉണ്ട്. പിന്നെ ഒരുപാട് പഴയ സീലുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഹിസ്റ്ററീസ് ആയി ഉള്ള കാര്യങ്ങൾ അവരുടെ മ്യൂസിയത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊന്നും ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല കേട്ടോ. വെസ്റ്റ് ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വെസ്റ്റ് ബംഗാളിലെ കൂച്ച് ബിഹാർ, ന്യൂ കൂച്ച് ബിഹാർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഏകദേശം 10-12 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൂച്ച് ബിഹാറിലെത്തും. കൂച്ച് ബിഹാറിൻ്റെ നഗരമധ്യത്തിൽ തന്നെയാണ് ഈ ഒരു പാലസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എല്ലാം ഒരു നല്ലൊരു എന്താ പറയുക ഡിസൈനാണ് ഈ പാലസിൻ്റെ. ഒരുപാട് സ്ഥലമുണ്ട്, നമുക്കൊന്ന് ചുറ്റി കാണാനുള്ള സ്ഥലമുണ്ട്. ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നു. അവിടെ ഇവിടെയും ഇങ്ങനെ കൂട്ടമായിട്ടൊക്കെ ഇരുന്നിട്ടും ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വന്നൊരു സ്ഥലമാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലസ് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് പാലസുകളുണ്ട്, അപ്പം അതൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് നല്ലപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇപ്പം അവരുടെ പണ്ടത്തെ പോലീസ് ക്വാർട്ടേഴ്സൊക്കെയാണ് ഈ ബാക്ക് സൈഡിൽ. അവരുടെ എന്താ പറയുക, പോലീസിൻ്റെ അതായ ആളുകളൊക്കെ സ്റ്റേ ചെയ്ത സ്ഥലമാണോ അതോ ഇപ്പോഴത്തെ പോലീസ് ക്വാർട്ടേഴ്സാണോ എന്നറിയില്ല. അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു, അതുകൊണ്ട് പറഞ്ഞാണ്. ബാക്കിലും കുഴപ്പമില്ലാത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഒരുപാട് തത്തകൾ ഒരേ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരുപാട് തത്തകൾ ഇരിക്കുന്നുണ്ട്. ഒരു 2 നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാലസാണ്. വലിയ കുഴപ്പമില്ല, നല്ല ഒരു കാണാനുണ്ട്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും അങ്ങനെ ഈ പഴയ പുരാവസ്തുക്കളായ ഇതിനെക്കൂടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടി അവിടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു എന്ന് പറഞ്ഞു. ഇത് നമ്മൾ കുറച്ചുകൂടെ ലാസ്റ്റ് പോരാൻ നേരത്തൊരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ട്.
നല്ല ഭംഗിയുള്ളൊരു പാലസാണ്. ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഇതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.